അസ്സലാമലൈക്കും. ഞാനിന്ന് പറയാൻ പോണ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ദേശങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു നമ്മൾക്ക് മാറ്റിത്തന്ന സന്തോഷം പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലാനുള്ള ഒരു ദിക്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മൾ ചൊല്ലിയാൽ ഒരുപാട് പ്രയോജനങ്ങൾ കിട്ടുന്ന, എന്നാൽ വലിയ പ്രയാസമില്ലാതെ നമുക്ക് ചൊല്ലാൻ കഴിയുന്നതുമായ ഇസ്തിഗ്ഫാർ ദിക്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇസ്തിഗ്ഫാർ ദിക്റ് നമ്മൾ വിചാരിക്കും നമ്മളെ പാപം പൊറുക്കാൻ മാത്രമാണ്. ഒരിക്കലും അല്ല. നമുക്ക് എല്ലാ കാര്യത്തിനും എപ്പോഴും അധികരിപ്പിക്കാവുന്ന ഒരു ദിക്റാണ് ഇസ്തിഗ്ഫാർ ദിക്റ്. അത് നമ്മളെന്നും കൂടെ കൊണ്ട് നടക്കുക. ഈ ദിക്റ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും ഒരു മരുന്നാണ്. എല്ലാ കാര്യത്തിനും ഒരു മരുന്നാണ് ഈ ദിക്റ്. എന്ന് വെച്ച് നിങ്ങളോട് ഞാൻ എപ്പോഴും ഈ ദിക്റും ചൊല്ലിയിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയണില്ല. നമുക്ക് ഏത് ദിക്റ് ചൊല്ലുമ്പോഴും നമ്മൾ മരുന്ന് കുടിക്കണം. എന്ത് രോഗം ഉണ്ടെങ്കിലും മരുന്ന് കുടിക്കുമ്പോഴും നമ്മൾ പറയണം പഠിച്ചവനോട്, റബ്ബേ ഈ മരുന്ന് കൊണ്ട് എൻ്റെ അസുഖം എങ്ങനെ ശിവയാക്കി തരണേന്ന്. അള്ളാനെ നമ്മളെപ്പോഴും ഓർക്കണം. എന്നിട്ട് നമ്മളെ കാര്യങ്ങൾ പറയണം. അതുപോലെ തന്നെ 5 വക്ത് നിസ്കരിക്കണം. 5 വക്ത് നിസ്കാരമുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും, ഇനിയിപ്പോൾ ഈ ദിക്റൊക്കെ ചൊല്ലുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടും. നമ്മൾ നിസ്കാരം ഒരിക്കലും ഒഴിവാക്കരുത്. പിന്നെ സത്യം മാത്രം പറയുക, കളവ് പറയരുത്, മറ്റുള്ളവരെ കുറ്റങ്ങൾ കണ്ടെത്തുക, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. അപ്പോഴാണ് പഠിച്ചാലും നമ്മളോട് ഇഷ്ടമുണ്ടാവുള്ളൂ. നിങ്ങൾക്കൊക്കെ അതുപോലെ തന്നെ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും, എന്ത് രോഗം ഉണ്ടെങ്കിലും, എത്ര വലിയ കടമുണ്ടെങ്കിലും, നിങ്ങളുടെ മനസ്സിൽ എന്ത് ആഗ്രഹമാണ് നമുക്ക് നടക്കേണ്ടതെങ്കിലും നിങ്ങൾ ഈ ദിക്റ് ചൊല്ലുക. ഈ ദിക്റ് നിങ്ങൾ ദായമായിട്ട് കൊണ്ടുനടക്കുക. ഇപ്പം നമ്മളൊരു ഓഫീസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ചെല്ലാം, അടുക്കളയിൽ പണിയെടുക്കുമ്പം ചെല്ലാം. സ്ത്രീകൾക്കാണെങ്കിൽ അതുപോലെ തന്നെ പ്രായം ചെന്നവരാണെങ്കിൽ വെറുതെ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് ചെല്ലാം. കുട്ടികളോട് ചെല്ലാൻ പറയാം. അങ്ങനെ ഒരുപാട് നമുക്ക് എവിടെ നിന്നൊക്കെ ചെല്ലാം. ദിക്റല്ലേ, എവിടെ നിന്നൊക്കെ ചെല്ലാൻ പറ്റണമെന്നൊക്കെ നമുക്ക് ചെല്ലാം. അങ്ങനെ ചൊല്ലി നമ്മളെ കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾക്ക് തോന്നുന്നു ഒറ്റ ദിവസം കൊണ്ട് നമ്മളെ കാര്യം നടക്കണം. ഇങ്ങനെ ഏത് നേരത്ത് എന്നുള്ള കണക്കില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വിശദമായിട്ട് പറഞ്ഞെന്നാണ്. ഉറങ്ങാൻ കിടക്കുമ്പോഴായാലും അതുപോലെ ഒന്ന് എണീക്കുന്ന സമയത്തായാലും ഒക്കെ ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞത്. ഏത് സമയത്ത്